തിരുവനന്തപുരം പൊഴിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശീവേലിക്കിടെ ഇടഞ്ഞ പാറശാല ശിവശങ്കരനെ തളച്ചു. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. മേഘ്ന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. മേഘ്ന, ഇന്നലെ അവിടെ മതിലും മരങ്ങളും അടക്കം തകർത്തെറിഞ്ഞുകൊണ്ട് പാറശാല ശിവശങ്കരൻ നിൽക്കുകയായിരുന്നു. വലിയ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. എപ്പോഴാണ് തളച്ചത്? മറ്റ് നാശനഷ്ടങ്ങൾ, ആളുകൾക്ക് പരിക്ക് ഒന്നുമില്ലല്ലോ അല്ലേ? ഗോകുൽ, ഇന്നലെ രാത്രി ഉടനീളം ജനങ്ങൾക്ക് പരിഭ്രാന്തി പരത്തിക്കൊണ്ടാണ് പാറശാല ശിവശങ്കരന്റെ ഒരു സഞ്ചാരം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് വലിയ തരത്തിൽ അപകടമുണ്ടായേക്കാവുന്ന ഒരു സഞ്ചാരം കൂടി, അല്ലെങ്കിൽ ആന ഇടഞ്ഞത് വലിയ തരത്തിൽ ഒരു പരിഭ്രാന്തി പരത്തി. പക്ഷേ പിന്നീട് നീണ്ട 4 മണിക്കൂർ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ പാറശാല ശിവശങ്കരനെ തളക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റ് വനംവകുപ്പിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയാണ് ഇപ്പോൾ ആനയെ തളച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, മറ്റ് പാപ്പാന്മാരടക്കം എത്തി ഈ ഒരുപാട് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളടക്കം കാണുന്നുണ്ടാവും. അതായത് ഈ പല കെട്ടിടങ്ങളും നശിപ്പിച്ച് മരങ്ങളൊക്കെ പിഴുതെറിഞ്ഞുകൊണ്ടായിരുന്നു ആനയുടെ സഞ്ചാരം ഉണ്ടായിരുന്നത്. കൂടാതെ ഈ തിടമ്പേറ്റിയിട്ടുണ്ടായിരുന്ന ആളെ ആന തള്ളി താഴെയിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഗുരുതര പരുക്കുകളില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കൂടാതെ ഈ ആന എന്ന് പറയുന്നത് ശിവശങ്കരൻ പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ്. ഇപ്പോൾ പൊഴിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആനയെ പാറശാല മഹാദേവ ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഈ നാശനഷ്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഗുരുതര പരിക്കുകളൊന്നും ആർക്കുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.